മലയാളത്തിലെ പുസ്തക പ്രസാധനത്തിന്റെ ചരിത്രം ആദ്യത്തെ മലയാള പുസ്തകം അച്ചടിച്ചത് മുതൽ തന്നെ തുടങ്ങുന്നതാണ്. എന്നാൽ വളരെ ആസൂത്രിതമായ സ്ഥാപനാധിഷ്ഠിതമായ പ്രസാധനം, ഒരു ഇംപ്രിന്റിന്റെ പേരിലുള്ള ഒരു പ്രത്യേക പ്രസാധന സ്ഥാപനത്തിന് പേരിലുള്ള വിൽപ്പനയെ ലക്ഷ്യമാക്കിയുള്ള പുസ്തക പ്രസാധനം തുടങ്ങുന്നത് ശരിക്ക് 1852 എന്ന് പറയാം. കാരണം അതുവരെ കേരളത്തിൽ ആദ്യമായി മലയാള പുസ്തകം അച്ചടിച്ചത് 1824 കോട്ടയത്തെ CMS പ്രസ്സിലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കാലത്ത് കോട്ടയത്തെ CMS പ്രസ്സിലോ തലശ്ശേരിയിലെ ഗുണ്ടർട്ടിന്റെ പ്രസ്സിലായ ഇല്ലിക്കുന്നിലെ പ്രസ്സിലായാലും മാന്നാനത്തെ പ്രസ്സിലായാലും എല്ലാം മതപരമായ ഗ്രന്ഥങ്ങളാണ് അച്ചടിച്ചിരുന്നത്. വിശേഷിച്ചും ക്രിസ്തുമത പ്രചാരണത്തെ സഹായിക്കുന്ന മിഷണറി ലക്ഷ്യങ്ങളോട് കൂടിയുള്ള പുസ്തകങ്ങളാണ് പ്രസാധനം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവയെ നമ്മുടെ പുസ്തക ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിലും പുസ്തക പ്രസാധനത്തിന്റെ ചരിത്രത്തിലെ ഒരു 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 പൂർവ്വരംഗമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. സെക്കുലറായ പ്രകാശനം, അതായത് എല്ലാ ആളുകൾക്കും, സമൂഹത്തിലെ എല്ലാ തരത്തിലും പെട്ട ആളുകൾക്ക് വായിക്കാവുന്ന തരം പുസ്തകങ്ങൾ, വിശേഷിച്ചും സാഹിത്യം പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നത്. അങ്ങനെ സെക്കുലറായ, മതാത്മകമായ അടിസ്ഥാനമില്ലാത്ത അല്ലെങ്കിൽ ലക്ഷ്യമില്ലാത്ത വായനക്കാരെ ലക്ഷ്യം വയ്ക്കുന്ന വായിക്കുന്ന പുസ്തകം എന്ന ആശയത്തെ മുൻനിർത്തിയുള്ള പ്രസാധനം കേരളത്തിൽ ആരംഭിക്കുന്നത് 1852-53 കാലത്ത് തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്ത് കേരളവിലാസം എന്ന് പറഞ്ഞൊരു പ്രസ് ആരംഭിച്ചു. ഈ പ്രസ് ഈശ്വരപിള്ള വിചാരിപ്പുകാർ എന്നൊരു കഥകളി നടനാണ് ആരംഭിച്ചത്. അദ്ദേഹം 19-ാം നൂറ്റാണ്ടിലെ കേരളീയ കഥകളി നടന്മാരിൽ ഏറ്റവും പ്രശസ്തനായ ആളായിരുന്നു. മാത്രമല്ല തിരുവനന്തപുരത്ത് രാജകൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനുമായി. അങ്ങനെ കൊട്ടാരത്തിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് അദ്ദേഹം കേരളവിലാസം പ്രസ് ആരംഭിക്കുന്നത്. ഈ കേരളവിലാസം പ്രസ് 52-53 കാലത്ത് ആരംഭിക്കുന്നു. ചെറിയ ചില പുസ്തകങ്ങൾ, ആദ്യം കുഞ്ചൻ നമ്പ്യാരുടെ ഒരു 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 മണിപ്രവാള കൃതി അച്ചടിക്കുന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഇതൊന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു പദ്യകൃതി അച്ചടിക്കുന്നു. അതൊന്നും എഴുത്തച്ഛൻ്റെതല്ല എന്ന് പിൽക്കാലത്ത് ഗവേഷകർ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് 1858 51 ദിവസത്തെ ആട്ടക്കഥ എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പൊ ആദ്യകാലം അച്ചടിച്ച ഈ കൃതികളെ കുറിച്ചൊന്നും നമുക്കൊരു ധാരണയുമില്ല. ഈ 1858 പുസ്തകം 51 ദിവസത്തെ കഥകളി, 51 കഥകൾ തിരഞ്ഞെടുത്ത് അച്ചടിച്ചു, ആട്ടക്കഥകൾ. അതിനുശേഷമാണ് കുഞ്ചൻ നമ്പ്യാരുടെ ഉൾപ്പെടെയുള്ള ചെറിയ പുസ്തകങ്ങൾ അച്ചടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ മലയാളത്തിലെ സെക്കുലർ പുസ്തക പ്രസാധനം അല്ലെങ്കിൽ സാഹിത്യ പുസ്തക പ്രസാധനം ആരംഭിച്ചത് 1858 തിരുവനന്തപുരത്ത് നിന്നാണെന്ന് പറയാം. ആ പുസ്തകത്തിന്റെ 1-2 കോപ്പികൾ മാത്രമേ ഇന്ന് കേരളത്തിൽ അവശേഷിച്ചിട്ടുള്ളൂ. ഒരെണ്ണം തിരുവനന്തപുരത്ത് ഒരു 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 സ്വകാര്യ ശേഖരത്തിൽ ആണ് ഉള്ളത്. ഒരെണ്ണം യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ഒരു കോപ്പി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പഴയ പുസ്തകങ്ങളൊന്നും സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെ ഒരു വലിയ സംസ്കാരം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും പബ്ലിക് ഡൊമൈനിൽ ഇന്ന് ലഭ്യമല്ല. അങ്ങനെയും പ്രശ്നമുണ്ട്. അങ്ങനെ സെക്കുലർ പ്രസാധനം ആരംഭിക്കുന്നു. അതോടുകൂടി പതുക്കെ പതുക്കെ കേരളത്തിലെ പല ഭാഗങ്ങളിൽ സാഹിത്യം പ്രസിദ്ധീകരിക്കുന്ന, സാഹിത്യം, ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, അങ്ങനെയുള്ള വിഷയങ്ങളിൽ, അതായത് പൊതുസമൂഹം വായിക്കുന്ന പുസ്തകങ്ങളുടെ പ്രസാധനം ആരംഭിക്കുന്നു. അപ്പോഴേക്കും 19-ാം നൂറ്റാണ്ട് പുരോഗമിക്കും തോറും, അല്ലെങ്കിൽ അത് 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യഘട്ടത്തിലേക്ക് പ്രവേശിക്കും തോറും സാങ്കേതിക വിദ്യയുടെ വരവ് കൂടുതലായി. അച്ചടി സാങ്കേതിക വിദ്യ എത്തിച്ചേരുക. അപ്പോഴേക്കും കേരളത്തിൽ വൈദ്യുതി വിതരണം ആരംഭിക്കുന്നില്ല എന്നുകൂടി നമ്മൾ ഇതിനൊപ്പം ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ കൈകൊണ്ട് കറക്കി അച്ചടിക്കുന്ന പ്രസ്സുകളിൽ നിന്നാണ് നമ്മുടെ പ്രസാധനം തുടങ്ങിയത്. ഇത് ഒരു കേന്ദ്രത്തിൽ നിന്നല്ല, പല കേന്ദ്രങ്ങളും. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി എന്നുള്ളത് കൊണ്ട് തിരുവനന്തപുരത്തിന്റെ ഒരു കുത്തകയൊന്നുമല്ല സാഹിത്യ പ്രസാധനം, മറിച്ച് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അച്ചടി ആരംഭിക്കുന്നു. മറ്റൊരു പ്രധാന കേന്ദ്രം കോഴിക്കോടാണ്. കോഴിക്കോട് 1860കളുടെ തുടക്കത്തിൽ അരുണാചലം മുതലേ, ചതുരംഗപട്ടണം അരുണാചലം മുതലിയാർ എന്നൊരാൾ ഒരു പ്രസ് സ്ഥാപിക്കുന്നു, വിദ്യാവിലാസം. ആ വിദ്യാവിലാസത്തിൽ നിന്ന് ഒട്ടേറെ സാഹിത്യകൃതികൾ പുറത്തു വരാൻ തുടങ്ങും. തുഞ്ചത്തെഴുത്തച്ഛനെ ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് 1862 വിദ്യാവിലാസം പ്രസ്സാണ്. അതായത് ചതുരംഗ പട്ടണം അരുണാചല മുതലിയാരും അദ്ദേഹത്തിന്റെ മകൻ കാളഹസ്തിയപ്പ മുതലാരും ചേർന്നാണ് ആ പ്രസ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ
ഭാഷാപിതാവ് എന്നറിയപ്പെടുന്ന ആധുനിക മലയാളത്തിന് തന്നെ അടിത്തറയൊരുക്കിയ തുഞ്ചത്തെഴുത്തച്ഛന്റെ കൃതികൾ അച്ചടിക്കാൻ 19ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. 1862 അതും അധ്യാത്മരാമായണം അല്ല അച്ചടിച്ചത്. അദ്ദേഹത്തിന്റെ മഹാഭാരതം, ശ്രീ മഹാഭാരതം കിളിപ്പാട്ടാണ് ഈ വിദ്യാവിലാസം പ്രസിൽ നിന്ന് അച്ചടിച്ചത്. വിദ്യാവിലാസത്തിൽ നിന്ന് ഒട്ടേറെ പുസ്തകങ്ങൾ പുറത്തു വന്നു. ഈ വിദ്യാവിലാസവുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു ഒ ചന്തുമേനോൻ തന്നെ. ഈ കാലത്തിന് സമാന്തരമായി കേരളത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ, ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ധാരാളം പ്രസ്സുകൾ വരും. ഈ പ്രസ്സുകൾ വരുന്നു എന്ന് പറയുമ്പോൾ പുതിയ തലമുറയിലെ ആളുകൾ വിചാരിക്കും ഇന്നത്തെ രീതിയിലുള്ള വലിയ സാങ്കേതിക സംവിധാനങ്ങളുള്ള പ്രസ്സുകളാണ്. നല്ല കൈകൊണ്ട് കറക്കി പ്രവർത്തിക്കുന്ന അന്നത്തെ സാങ്കേതിക വിദ്യയുടെ രൂപങ്ങളാണ്. അവ പലതും ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പ്രസ്സുകളാണ്. ഇങ്ങനെ 19ാം നൂറ്റാണ്ടിൽ ഒട്ടേറെ പ്രസാധനശാലകൾ വരുന്നു. ഈ പ്രസാധനശാലകളിൽ ചിലതിൻ്റെ കാര്യം മാത്രം ഞാൻ പറയാം. ഒന്ന്, തൃശ്ശൂരിൽ കൊച്ചിയിലെ സെന്റ് തോമസ് അച്ചുകൂടം, അതുപോലെ കേരളമിത്രം അച്ചുകൂടം. ഈ ഗുജറാത്തി വ്യാപാരിയായിരുന്ന ദേവ്ജി ഭീംജിയാണ് ഈ കേരളമിത്രം എന്ന് പറഞ്ഞ അച്ചുകൂടം തുടങ്ങിയത്. അത് 1870കളുടെ അവസാനമാണ്. ഈ ദേവ്ജി ഭീംജിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹമാണ് കേരളമിത്രം എന്നൊരു പത്രം സ്ഥാപിച്ച് 1882 സ്ഥാപിച്ച ഈ പത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, കണ്ടത്തിൽ വർഗീസ് മാപ്പിളയായിരുന്നു അതിന്റെ ആദ്യത്തെ വർഷത്തെ പത്രാധിപർ. അതിനുശേഷമാണ്, ഒരു വർഷത്തെ പത്രാധിപ ജീവിതത്തിന് ശേഷമാണ് അദ്ദേഹം അത് വിടുകയും കോട്ടയത്തേക്ക് മടങ്ങിപ്പോയി പിന്നീട് മലയാള മനോരമ ആരംഭിക്കുകയും ചെയ്തത്. കേരളമിത്രം ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ യഥാർത്ഥ വർത്തമാന പത്രം എന്ന് പറയാവുന്ന പത്രമാണ്. അതിനു മുമ്പ് ദീപിക ഉൾപ്പെടെയുള്ള പത്രങ്ങളും മറ്റു പത്രങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ രാജ്യസമാചാരം പോലുള്ള പത്രങ്ങൾക്കൊക്കെ ഉള്ള കുഴപ്പം, അപ്പൊ മതപരമായ ലക്ഷ്യങ്ങളോടുകൂടി മിഷണറിമാർ പ്രസിദ്ധീകരിച്ച വാർത്താവതരണമാണ് പത്രത്തിന്റെ ലക്ഷ്യം. അതിന് ഒരു ഗുജറാത്തിയാണ് കേരളത്തിലെ യഥാർത്ഥ ജേർണലിസത്തിന്റെ സ്ഥാപകരെന്ന് കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. കേരളമിത്രം പ്രസ്, അതുപോലെ മറ്റൊന്നാണ് സെയിന്റ് തോമസ് പ്രസ്. ഈ സെന്റ് തോമസ് അച്ചുകൂടം എന്നാണ് ആ പുസ്തകങ്ങളെല്ലാം അവർ അച്ചടിച്ചിരുന്നത്. ഈ സെന്റ് തോമസ് അച്ചുകൂടത്തിന്റെ വലിയ പ്രത്യേകത, അത് സ്ഥാപിച്ചത് കുന്നംകുളത്തുകാരനായ PK ഉട്ടൂപ്പ് എന്നൊരാളാണ്. ഈ PK ഉട്ടൂപ്പിന്റെ പേര് എഴുതുമ്പോൾ പലപ്പോഴും പല പുസ്തകങ്ങളിലും മഹാകവി ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രത്തിൽ ഉൾപ്പെടെ PK ഇട്ടൂപ്പ് എന്നായി പോയിട്ടുണ്ട്. അപ്പൊ ഉള്ളൂരിനെ ആധികാരികമായ സോഴ്സായി സ്വീകരിച്ചിട്ടുള്ള ആളുകളെല്ലാവരും PK ഉട്ടൂപ്പിനെ PK ഇട്ടൂപ്പ് ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കാരണം കുന്നംകുളത്ത്, ആ തൃശ്ശൂർ മേഖലയിലെ ക്രൈസ്തവർക്കിടയിൽ അക്കാലത്ത് പ്രചാരമുണ്ടായിരുന്ന പേരുകളിൽ ഒന്നാണ് ഉട്ടൂപ്പ്. PK ഉട്ടൂപ്പിന്റെ സെന്റ് തോമസ് പ്രസ് പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ കുന്നംകുളത്ത് വിദ്യാരത്നപ്രഭ എന്നൊരു അച്ചുകൂടം പ്രവർത്തിച്ചിരുന്നു. അതും അദ്ദേഹത്തിൻ്റെത് തന്നെയായിരുന്നു. ഇത് ഒരേ കാലത്ത് തന്നെ രണ്ട് പ്രസ്സുകളും നിലനിന്നിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ രണ്ട് പ്രസ്സുകളിൽ അച്ചടിച്ച പുസ്തകങ്ങളിലും പ്രസാധകൻ ഇന്നയാളാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയകാല പുസ്തകങ്ങളുടെ പ്രത്യേകത, ഇന്നയാളുടെ ഇന്ന പ്രസ്സിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത്, അല്ലെങ്കിൽ പ്രസാധകൻ ഇന്നയാളാണ് എന്നൊക്കെ പ്രസാധകന്റെ പേര് വളരെ പ്രാധാന്യത്തോടുകൂടി രേഖപ്പെടുത്തുന്ന പതിവുണ്ടായിരുന്നു. കാരണം പ്രസാധന സ്ഥാപനത്തിന്റെ ബ്രാൻഡ് ഐഡന്റിറ്റി അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. DC ബുക്സ് എന്നോ നാഷണൽ ബുക്ക് സ്റ്റാളിനോ മാതൃഭൂമി ബുക്സ് എന്നോ പറയുന്ന ആ ബ്രാൻഡ് ഐഡന്റിഫിക്കേഷൻ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. പകരം പ്രസാധകന്റെ പേരിനാണ് പ്രാധാന്യം. ഇതേ കാലത്ത് അതിനുശേഷം 19ാം നൂറ്റാണ്ടിന്റെ അവസാനം ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട പ്രസാധന സ്ഥാപനമാണ് തൃശ്ശൂരിലെ കേരള കൽപ്പദ്രുമം പ്രസ്. പിൽക്കാലത്ത് വള്ളത്തോൾ നാരായണമേനോൻ അതിന്റെ മാനേജർ ആയിരുന്നിട്ടുണ്ട്. ഒട്ടേറെ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. കേരളത്തിലെ പുസ്തക പ്രസാധന ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം മഹാകവി വള്ളത്തോളിനുണ്ട് എന്ന് പലർക്കും അറിഞ്ഞുകൂടന്നേ ഉള്ളൂ. ഈ PK ഉട്ടൂപ്പിന്റെ കൊച്ചിയിലെ സെന്റ് തോമസ് അച്ചുകൂടത്തിൽ ജോലി ചെയ്തിരുന്ന മാളിയമ്മാവ് കുഞ്ഞുവറീത് എന്നൊരാളുണ്ടായി. ഒരുപക്ഷെ 19ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ പുസ്തക പ്രസാധനത്തിന് വലിയ സംഭാവനകൾ ചെയ്ത ഒരാളാണ് മാളിയമ്മാവ് കുഞ്ഞുവറീത്. അദ്ദേഹം പിന്നീട് കൊച്ചി വിട്ടിട്ട് അദ്ദേഹത്തിന് അനുഭവ സമ്പത്തുമായി ഈ കൊച്ചിയിലെ പ്രവർത്തനം അവസാനിപ്പിച്ച് തൃശ്ശൂരിലെത്തുകയും കേരള കൽപ്പദ്രുമത്തിൽ മാനേജറായി പ്രവർത്തിക്കുകയും ചെയ്തു. വള്ളത്തോളിന് മുമ്പാണത്. ആ അനുഭവ സമ്പത്തുമായിട്ട് അദ്ദേഹം ഭാരതവിലാസം എന്ന് പറഞ്ഞൊരു അച്ചടിശാലയും പുസ്തക പ്രസാധന സ്ഥാപനവും തുടങ്ങി. ഈ പ്രസ്സുകളൊക്കെയും 19ാം നൂറ്റാണ്ടിലെ സാഹിത്യ പ്രസാധനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഇതുപോലെ കോഴിക്കോട് സ്പെക്ടേറ്റർ എന്നൊരു പ്രസ് ഉണ്ടായിരുന്നു. സ്പെക്ടേറ്റർ ഒരു പ്രസ്സാണ്. അതൊരു
പൂർണ്ണമായും ഒട്ടേറെ പുസ്തകങ്ങൾ ഇറക്കിയ ഒരു പ്രസാധന സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്പെക്ടേറ്റർ അച്ചുകൂടത്തിന് ഒരു പ്രാധാന്യമുണ്ട്. അതിനകത്താണ് ഇന്ദുലേഖ അച്ചടിച്ചത്. മലയാളത്തിലെ ആദ്യ നോവൽ അച്ചടിച്ച പ്രസ്സാണ്. അതേ കാലത്ത് തന്നെ നോർമൻ എന്ന് പറഞ്ഞൊരു പ്രിന്റിംഗ് പ്രസ്സും കോഴിക്കോട് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെയാണ് അരുണാചലം മുതലിയാരും കാളഹസ്തിയപ്പ മുതലിയാരും നയിച്ചിരുന്ന വിദ്യാവിലാസം. ഈ വിദ്യാവിലാസത്തിന് വലിയ വേറൊരു മറ്റൊരു ചരിത്രമുള്ളത് 19-ാം നൂറ്റാണ്ട് താണ്ടി 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ 2 ദശകങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിച്ച പ്രസ്സാണ്. അതിലെ ആ പഴയ പ്രസ്സിന് വലിയൊരു ചരിത്രമുണ്ട്. കാരണം 1923 മാതൃഭൂമി ആരംഭിക്കുന്നു കോഴിക്കോട്. ഈ മാതൃഭൂമിയുടെ ഇന്നത്തെ കോഴിക്കോട് 2-ാം ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത്, 2-ാം ഗേറ്റ് എന്ന് പറയുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞുള്ള 2ാമത്തെ ലെവൽ ക്രോസിനെയായി പറയുന്നത്. ഈ 2-ാം ഗേറ്റിന് അടുത്ത് മാതൃഭൂമി പ്രവർത്തിക്കുന്നതിന് തൊട്ട് ഒരു 50 മീറ്റർ മാത്രം അകലെയായിരുന്നു വിദ്യാവിലാസം പ്രസിന്റെ സ്ഥാനം. ഇന്ന് ആ മന്ദിരമൊന്നുമില്ല. മാതൃഭൂമി തുടങ്ങുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകരുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് കെ.പി. കേശവമേനോനും കെ. മാധവൻ നായർ ഉൾപ്പെടെയുള്ള സംഘം മാതൃഭൂമി തുടങ്ങുന്നത്. അപ്പൊ അന്ന് കോൺഗ്രസ് പ്രവർത്തകരായിരിക്കുക തന്നെ വളരെ ആപൽക്കരമാണ്, ദാരിദ്ര്യമാണ്, പണമില്ല. അപ്പോൾ ഒരു വലിയ പ്രസ് വാങ്ങാനൊന്നും ശേഷിയില്ല. ആളുകളിൽ നിന്ന് നടന്ന് ഓഹരി പിരിച്ച് അവരുണ്ടാക്കി. അന്ന് പ്രസ്സില്ല. ആകെ പഴയ ഒരു പ്രസ് വിദ്യാവിലാസം പ്രസ്സിലുണ്ടായിരുന്നു. അതായത് തുഞ്ചത്തെഴുത്തച്ഛന്റെ കൃതി അച്ചടിച്ച ആ പഴയ പ്രസ്സാണ്. ആ പ്രസ് മാതൃഭൂമി വാങ്ങി. പക്ഷേ വാങ്ങിക്കഴിഞ്ഞിട്ടാണ് അതിൽ പത്രം അച്ചടിക്കാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയുള്ള സംവിധാനം മാതൃഭൂമിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വർഷങ്ങളോളം മാതൃഭൂമി ആ പ്രസ് തന്നെയാണ് പുതിയ പ്രസ് വാങ്ങുന്നത് വരെ ഉപയോഗിച്ചത്. അങ്ങനെ വിദ്യാവിലാസത്തിൽ അച്ചടിശാല മലയാളത്തിലെ പുസ്തക പ്രസാധനത്തിൽ മാത്രമല്ല പത്രപ്രസാധനത്തിലും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ അച്ചടി ഒരു യന്ത്രം അന്നത്തെ പ്രാകൃതാവസ്ഥയിലുള്ള മാതൃഭൂമി അന്ന് പ്രസിദ്ധീകരിക്കുമ്പോൾ കോഴിക്കോട് ഇലക്ട്രിസിറ്റി ഇല്ല, വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് അന്നത്തെ പ്രസ് ഫോർമാൻമാര് കൈകൊണ്ട് കറക്കിയാണ് പത്രങ്ങൾ അച്ചടിച്ചിരുന്നത്. എത്ര ക്ലേശകരവും വേദനാപൂർണവും യാതനാഭരിതവുമായിരുന്നു അന്നത്തെ പത്രപ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ പത്രനിർമ്മാണത്തിന്റെ കാര്യമെന്ന് കൂടി നമ്മൾ ഇന്ന് വളരെയധികം ആധുനിക സൗകര്യങ്ങളുള്ള ഇന്റർനെറ്റിന്റെ കാലത്തിരുന്ന് പത്രപ്രവർത്തനം നടത്തുമ്പോൾ, പുസ്തക ചരിത്രം എഴുതുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഉണ്ട്. അങ്ങനെ 20-ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേ 19-ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും കേരളത്തിൽ 20-ലധികം പ്രസാധന സ്ഥാപനങ്ങളോ അച്ചടിശാലകളോ ഉണ്ട്. ഇത് മാത്രമല്ല, ചെറിയ അച്ചടിശാലകൾ ധാരാളം ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ ഒരു പ്രസ് ഉണ്ടായി. വളരെയധികം പുസ്തകങ്ങൾ നീലഞ്ചേരി ശങ്കരൻ നായർ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരന്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. ഇങ്ങനെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും, നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് 56-ല് കേരളം പുതിയ സംസ്ഥാനം രൂപവത്കരിച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കന്യാകുമാരി ജില്ലയിൽപ്പെട്ടു പോയ പ്രദേശങ്ങളിൽ നിന്ന് പോലും പ്രസ്സുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും പ്രസ്സുകൾ സാധ്യമായ പുസ്തക പ്രസാധനം എന്ന് പറഞ്ഞ മതനിരപേക്ഷമായ സാഹിത്യാധിഷ്ഠിതമായ പുതിയൊരു സാംസ്കാരിക വ്യവസായം രൂപപ്പെട്ട കേരളമാണ് 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായത്. നമ്മൾ പൊതുവെ നവോത്ഥാനത്തിന്റെയും കേരളത്തിന്റെയും ഒക്കെ ചരിത്രം പറയുമ്പോൾ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ, സമുദായ പരിഷ്കരണ യത്നങ്ങളുടെ, പത്രപ്രവർത്തനത്തിന്റെയും ഒക്കെ കഥ പറയും. എന്നാൽ അച്ചടി സാങ്കേതിക വിദ്യ എങ്ങനെയാണ് നമ്മുടെ നവോത്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ ആധുനികത്വത്തെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ പറയാറില്ല. അപ്പൊ കേരളത്തിന്റെ പ്രിന്റ് മോഡേണിറ്റിയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ അധ്യായങ്ങളാണ് 1852-ലെ കേരള വിലാസം പ്രസ് തൊട്ട് തുടങ്ങുന്നത്. ഈ അച്ചടിശാലകൾ, നമ്മൾ ഈ ഒരു ഹ്രസ്വ സംഭാഷണത്തിൽ അക്കാലത്തുണ്ടായിരുന്ന മുഴുവൻ അച്ചടിശാലകളെ കുറിച്ചോ അക്കാലത്ത് അവർ പ്രസിദ്ധീകരിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യുക എളുപ്പമല്ല. പക്ഷേ കേരളത്തിന് ആധുനികത്വത്തിന് അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിന് ഒരു കടലാസിന്റെ മുഖം അല്ലെങ്കിൽ പുസ്തകത്തിന്റെ മുഖം കൂടി അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ വാതിൽ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ അച്ചടി യന്ത്രം സൃഷ്ടിച്ച മോഡേണിറ്റി കൂടിയാണ് കേരള മോഡേണിറ്റി. അത് സമുദായ പരിഷ്കരണം മാത്രമായി ചുരുക്കാവുന്ന കാര്യമല്ല. പിന്നെ 20-ാം നൂറ്റാണ്ട് പിറക്കുന്നതോടുകൂടി പുസ്തക പ്രസാധനം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറും. പക്ഷേ പുസ്തകം എല്ലാവർക്കും പ്രാപ്യമായ ഒരു വസ്തുവല്ല എന്നുകൂടി നമ്മൾ ആലോചിക്കണം. നമ്മൾ പലപ്പോഴും പുസ്തകത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെയാണ് നമ്മൾ പരിഗണിക്കുക. അതായത് ഒരു പുസ്തകത്തിന്റെ ലിംഗ്വിസ്റ്റിക് കോഡുകളെ മാത്രം, അതിലെ ഭാഷാ സങ്കേതങ്ങളെയാണ് നമ്മൾ പരിഗണിക്കുക. നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ നോവൽ എവിടെ അച്ചടിച്ചു, അതിനുപയോഗിച്ച കടലാസ് എന്ത്, ഈ നോവൽ ഒരു മാസികയിൽ പ്രസിദ്ധീകരിച്ച ശേഷമാണല്ലോ അച്ചടിച്ചത്,
അങ്ങനെ അച്ചടിച്ചെങ്കിൽ മാസികയിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിനെന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. അതായത് പുസ്തകത്തിന്റെ കടലാസ് നിർമ്മിതി, അതിന്റെ രൂപകൽപ്പന, അതിലുപയോഗിച്ചിരിക്കുന്ന ടൈപ്പ് ഫേസസ്, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ പൊതുവെ ചിന്തിക്കാറില്ല. കാരണം അവയാണ് ആ പുസ്തകത്തിന്റെ ബിബ്ലിയോഗ്രഫിക് കോഡുകൾ. ലിംഗ്വിസ്റ്റിക് കോഡിൽ മാത്രമാണ് എപ്പോഴും വായനക്കാർ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളതിന്റെ ലിംഗ്വിസ്റ്റിക് കോഡുകൾക്ക് ഒപ്പം ബിബ്ലിയോഗ്രഫിക് കോഡുകൾ അതായത് പുസ്തക നിർമ്മിതിയുടെ സങ്കേതങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ഫോണ്ടുകളുടെ ചരിത്രം, നമ്മുടെ പ്രൂഫ് റീഡിങ്ങിന്റെ ചരിത്രം, അങ്ങനെ നമ്മുടെ ഭാഷയുടെ വികാസത്തിലെയും സാഹിത്യത്തിന്റെ വികാസത്തിലെയും ഒരു ഭൗതിക ചരിത്രം കൂടി തെളിഞ്ഞു വരിക. അങ്ങനെ 20-ാം നൂറ്റാണ്ട് ആകുമ്പോഴേക്കും പ്രസാധന രംഗത്ത് ഒട്ടേറെ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. മലയാള മനോരമ പത്രമായിട്ട് അച്ചടിക്കുന്നതിന് പുസ്തക പ്രസാധന രംഗത്തേക്ക് വൈകിയാണ് വന്നത്. 1921 മാതൃഭൂമി തുടങ്ങി. പക്ഷേ മാതൃഭൂമിയും പുസ്തക പ്രസാധന രംഗത്തേക്ക് വരുമ്പോഴേക്കും പിന്നെയും വർഷങ്ങൾ കൂടി കഴിഞ്ഞാണ് പ്രധാനപ്പെട്ട പുസ്തക പ്രസാധകരായി അവർ മാറും. പക്ഷെ അതിനു മുമ്പ് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില പ്രസാധകരുണ്ടായിരുന്നു. അവയിലൊന്ന് കുന്നംകുളത്തെ അക്ഷരരത്ന പ്രകാശിക എന്ന പ്രസ്സാണ്, ARP പ്രസ്. അത് മതപരമായ ഗ്രന്ഥങ്ങൾ അച്ചടിച്ചു, അല്ലാതെ ജനങ്ങൾക്ക് വായിക്കാവുന്നവ അച്ചടിച്ചു. പോപ്പുലർ ലിറ്ററേച്ചർ ഒരുപക്ഷെ കേരളത്തിൽ അച്ചടിച്ചു തുടങ്ങിയത് അവരാണ്. കാരണം ലണ്ടൻ കൊട്ടാരത്തിലെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ദ സീക്രട്സ് ഓഫ് ദ കോർട്ട് ഓഫ് ലണ്ടൻ എന്ന് പറഞ്ഞ് GMW റെയ്നോൾഡ്സ് എന്ന് പറഞ്ഞ 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പോപ്പുലറായ, ചാൾസ് ഡിക്കൻസിനേക്കാൾ പോപ്പുലർ റെയ്നോൾഡ്സ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ നോവല് നാലപ്പാട്ട് നാരായണ മേനോൻ ലണ്ടൻ കൊട്ടാരത്തിലെ രഹസ്യങ്ങൾ എന്ന പേരിൽ വിവർത്തനം ചെയ്തു. അത് ഈ ARP പ്രസ്, അക്ഷരരത്ന പ്രകാശിക പ്രസ് പ്രസിദ്ധീകരിച്ചു. ഒരുപക്ഷെ കേരളത്തിലെ ജനപ്രിയ പ്രസാധനത്തിന്റെ തുടക്കം നമ്മൾ അവിടെ നിന്ന് കാണേണ്ടി വരും. അതായത് ആളുകളെ ആകർഷിക്കുന്ന മിസ്റ്ററി ലിറ്ററേച്ചറിന്റെയും ഒക്കെ ഒരു തുടക്കം അവിടെ നിന്നാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ 20കളിൽ ആരംഭിച്ച മംഗളോദയം പ്രസ്, കേരളത്തിലെ ഈ DC ബുക്സും NBSും മാതൃഭൂമിയൊക്കെ പ്രസാധനം തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിലെ പ്രസാധന രംഗം അടക്കി വാഴുകയും അതിന് ഒരു മാനക രൂപം കൊടുക്കുകയും ചെയ്ത പ്രസാധന സ്ഥാപനമാണ് തൃശ്ശൂരിലെ മംഗളോദയം. ഈ മംഗളോദയത്തിന്റെ ഇതേ സമയം തെക്കൻ കേരളത്തിൽ ഒട്ടേറെ പ്രസ്സുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കുമാരനാശാൻ അങ്ങനെ പ്രസ് നടത്തുകയും അദ്ദേഹം പുസ്തകങ്ങൾ അച്ചടിക്കുകയും സ്വന്തം പുസ്തകങ്ങൾ ഉൾപ്പെടെ പ്രകാശനം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് ഒട്ടേറെ പ്രശ്നമായി. കൊല്ലത്ത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലുമായി അസാധാരണമായ ഒരു പുസ്തക പ്രസാധന സംരംഭം കൂടി ഉണ്ടായി. 19-ാം നൂറ്റാണ്ടിലെ പുസ്തക പ്രസാധനത്തിന്റെ ചരിത്രവും കേരളത്തിലെ ജനകീയ പുസ്തക പ്രസാധനത്തിന്റെ ചരിത്രവും പറയണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം. അത് കൊല്ലം എന്ന് പറഞ്ഞ നഗരത്തിന് അതിന് വലിയൊരു സ്ഥാനമുണ്ട്. അവിടെയാണ് തന്നാട്ട് സുബയ്യ റെഡ്ഡിയാർ എന്ന ST റെഡ്ഡിയാർ തൻ്റെ വിദ്യാഭിവൃദ്ധിനി പ്രസ് ആരംഭിച്ചത്. ഈ തമിഴ്നാട്ടിലെ സമൂഹരംഗപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്, അതായത് തിരുനെൽവേലി ജില്ലയിലാണ് ആ സ്ഥലം. ആ സ്ഥലത്ത് നിന്ന് 10-15 വയസ്സിൽ കുട്ടിയായിരുന്ന കാലത്ത് കൊല്ലത്ത് എത്തിയ ആളാണ് അദ്ദേഹം. അവിടെ വന്നതിന് ശേഷം ചെയ്തിരുന്നത് അന്ന് ലഭ്യമായിരുന്ന പുസ്തകങ്ങളെ കൊണ്ട് നടന്ന് വിൽക്കലായിരുന്നു. അങ്ങനെ ഉത്സവപ്പറമ്പുകളിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ വിറ്റുകൊണ്ട് നടന്ന ആ റെഡ്ഡിയാർ പിന്നീട് ഒരു പുസ്തക പ്രസാധന സ്ഥാപനം തന്നെ തുടങ്ങി. അദ്ദേഹം ചെയ്ത ഏറ്റവും മഹത്തായ കാര്യം, അന്ന് വരെ സാഹിത്യകൃതികൾക്ക് ആളുകൾക്ക്, സാമാന്യ ജനങ്ങൾക്ക് അപ്രാപ്യമായിരുന്നു. കാരണം പുസ്തകത്തിന്റെ വില വളരെ പ്രധാനമാണ്. ഇന്ത്യയിൽ കടലാസിന് പ്രസ്സില്ല, പുറത്തു നിന്ന് പ്രസ് വരണം, കടലാസ് വരണം. അപ്പോൾ കടലാസ് വളരെ എക്സ്പെൻസീവായ ഒന്നായിരുന്നു. ഇന്ദുലേഖ 1889 അച്ചടിക്കുമ്പോൾ ഒരു കോപ്പിയുടെ വില 4 രൂപയാണ്. നിങ്ങൾ 4 രൂപ, നിങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞ് നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു വലിയ തുകയാണ്. ഇന്ന് 4 രൂപ ചെറുതായിരിക്കാം. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥകള് സമ്പൂർണ്ണമായിട്ട് ആദ്യം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് ST റെഡ്ഡിയാരാണ്. അദ്ദേഹം ഈ തുള്ളൽ കഥകൾ അച്ചടിക്കുക മാത്രമല്ല, അവ ഉത്സവപ്പറമ്പുകളിലും ചന്തസ്ഥലങ്ങളിലും കൊണ്ടുനടന്ന് വിറ്റു. അപ്പൊ സാഹിത്യ പുസ്തകങ്ങൾ സാധാരണ മനുഷ്യർക്ക്, ഉത്സവപ്പറമ്പിലും ചന്തയിലും വരുന്ന സാധാരണ ജനങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന സ്ഥിതിയായി. കുഞ്ഞുതമ്പിയാർ മാത്രമല്ല, ചെറിയ സന്ധ്യാനാമങ്ങൾ, കീർത്തന പുസ്തകങ്ങൾ, അങ്ങനെ ആളുകളുടെ വിശ്വാസത്തെ സ്പർശിക്കുന്ന കാവ്യകൃതികൾ. ഇതിനും പുറമെ രസകരമായ ക്രിമിനൽ കേസ് വിചാരണകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. കോടതികളിൽ നടക്കുന്ന, ആളുകൾക്കിടയിൽ കോളിളക്കം സൃഷ്ടിച്ച, വിവാദം സൃഷ്ടിച്ച ക്രിമിനൽ കേസുകളുടെ വിചാരണ ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് കേരളത്തിലെ ക്രൈം ഫിക്ഷന്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ ക്രൈം ലിറ്ററേച്ചറിന്റെ ഒരു തുടക്കം കൂടി ST റെഡ്ഡിയാരിൽ നിന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരം പുസ്തകങ്ങൾ പലതും ഇന്ന് ലഭ്യമല്ല. പുരാണകൃതികൾ പ്രസിദ്ധീകരിക്കുന്നു, മറ്റനേകം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് ജനകീയ പുസ്തക പ്രസാധനത്തിന്
എസ് ടി റെഡ്ഡിയാർ അടിത്തറയിട്ടു. വളരെ കേരളത്തിൻ്റെ പുസ്തക പ്രസാധന ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു അധ്യായമാണ് എസ് ടി റെഡ്ഡിയാരുടെ ജീവിതം. ഒരു മലയാളിയല്ല, നേരത്തെ നമ്മളൊരു പറഞ്ഞതൊരു ഗുജറാത്തി വ്യാപാരിയെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മളൊരു തമിഴ്നാട്ടുകാരൻ നമുക്ക് നൽകിയ സംഭാവനകളെ കുറിച്ചാണ് പറയുന്നത്. 20-ാം നൂറ്റാണ്ടില് മംഗളോദയം പ്രസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാമത്തെ ദശകത്തിൽ 1920-കളിൽ ഒരുപക്ഷെ മലയാള സാഹിത്യത്തെ മുഴുവൻ, പിൽക്കാല മലയാള സാഹിത്യത്തെ മുഴുവൻ നിർണായകമായി സ്വാധീനിച്ച ഒരു സംഭവം ഉണ്ടായി. അത് അച്ചടിയുമായി ബന്ധപ്പെട്ട സംഭവം. അതായത് മലയാളത്തിലെ നോവൽ സാഹിത്യം എന്ന് പറയുന്നത് ഏറ്റവും ജനകീയമായ ആളുകൾ വായിക്കുന്ന സാഹിത്യ രൂപം എന്ന് പറയുന്നത് നോവലാണ്. അത് സി വി രാമപിള്ളയുടെയും ചന്തുമേനോന്റെയും ഒക്കെ പാരമ്പര്യം, ചരിത്ര നോവലുകൾ അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് നോവലുകളെ 1920 വരെ കേരളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൂടിപ്പോയാൽ 1925 മുമ്പ് ഇന്ദുലേഖ മുതൽ 31 കൊല്ലത്തിനിടയിൽ മലയാളത്തിൽ 100-120 നോവലുകൾ മാത്രമേ ആകെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. ആ കാലത്ത് ഈ നോവലുകളിലെ കഥാപാത്രങ്ങളൊക്കെയും രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ദൈവങ്ങൾ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തൊട്ടറിയാൻ പറ്റാത്ത മനുഷ്യരാണ്. നോവലിന്റെ പ്രത്യേകത നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന ജീവിതത്തെ ചിത്രീകരിക്കുന്ന സാമാന്യ മനുഷ്യന്റെ ജീവിതത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹിത്യ രൂപമാണ് നോവൽ. അത് പല ഭാഷകളിൽ സംസാരിക്കും. സാമാന്യ മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കും. ഈ നോവൽ എഴുതുന്ന ആഖ്യാതാവിന്റെ ഉയർന്ന റെട്ടറിക്കൽ ലാംഗ്വേജിൽ സംസാരിക്കും. ഏറ്റവും കടുത്ത ജീവിത പ്രതിസന്ധികളെ കുറിച്ച് പറയും. നമുക്ക് തൊട്ടും മണത്തും രുചിച്ചും ഒക്കെ അറിയാവുന്ന ഒരു ജീവിതമുണ്ടല്ലോ, എവറിഡേ ലൈഫ് എന്ന് പറയുന്ന നിത്യജീവിതം. ആ നിത്യജീവിതമാണ് നോവൽ. പക്ഷേ നിത്യജീവിതത്തിലെ ഒരു മനുഷ്യനും നോവലിൽ അന്ന് വരെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് 1920-കളുടെ തുടക്കത്തിൽ നാലപ്പാട്ട് നാരായണ മേനോൻ എന്ന കവി ഒരു ഫ്രഞ്ച് നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വായിച്ചു. ആ നോവലിന്റെ പേര് ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും ഫ്രഞ്ചിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാതാണ് അത് പ്രസിദ്ധമായിരിക്കുന്നത്. ലേ മിസറാബിൾ എന്നാണ് ആ നോവലിന്റെ പേര്. ദ റച്ചഡ് എന്ന പേരിലും അതിന് ഇംഗ്ലീഷ് വിവർത്തനങ്ങളുണ്ട്. വിക്ടർ ഹ്യൂഗോ എഴുതിയ ഈ ഫ്രഞ്ച് നോവൽ റൊമാൻറ്റിക് നോവലാണ്. ഇത് ജോങ് വൽജാങ് എന്ന് പറഞ്ഞൊരു കള്ളന്റെ കഥയാണ് പറഞ്ഞത്. ഒരു ഒറ്റക്കഷണം മോഷ്ടിച്ചതിന് 19 വർഷം തടവിൽ കഴിയുകയും പിന്നീട് മോചിതനായി വേഷം മാറി മറ്റൊരു പേര് സ്വീകരിച്ച് ഒരു നഗരത്തിന്റെ മേയറാവുകയൊക്കെ ചെയ്ത് കള്ളനിൽ നിന്ന് അല്ലെങ്കിൽ വലിയ കുറ്റവാളിയിൽ നിന്ന് മനുഷ്യത്വത്തിന്റെ പരമോന്നത രൂപമായി മാറിയ ഒരു കള്ളന്റെ കഥ പറഞ്ഞ ലേ മിസറാബിൾ 1925 നാലപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ആ പുസ്തകത്തിന് 100-ാം വർഷമാണിപ്പോൾ. ഈ പരിഭാഷപ്പെടുത്തുമ്പോൾ വള്ളത്തോൾ നാരായണ മേനോനാണ് നാലപ്പാട്ട് നാരായണ മേനോന്റെ ഏറ്റവും അടുത്ത മുതിർന്ന സുഹൃത്ത്. അവരൊരുമിച്ച് സഞ്ചരിക്കും, ഒരുമിച്ച് കഴിയുന്നു. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോന് മഹാകവിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഈ നോവലിന്റെ കഥ വള്ളത്തോളിന് നാലപ്പാടൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. വള്ളത്തോട് വിവർത്തനത്തോട് വളരെയധികം താല്പര്യമുള്ള ആളാണ്. ഒരുപാട് കൃതികൾ, വാൽമീകി രാമായണവും ഋഗ്വേദവും ഉൾപ്പെടെയുള്ള കൃതികൾ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്ത ആളാണ്. വിവർത്തനം കൊണ്ട് മാത്രമേ നമ്മുടെ ഭാഷയും സാഹിത്യവും നന്നാവൂ എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച ആളാണ് വള്ളത്തോൾ. ഈ ഇംഗ്ലീഷിൽ ഉള്ള ഈ വായിച്ച ഈ വിവർത്തന നോവലിന്റെ കഥ പറഞ്ഞു കൊടുത്ത് കഥ സൃഷ്ടിച്ച ആകാംക്ഷ കണ്ട് വള്ളത്തോൾ പറഞ്ഞു, നാരായണ മേനോൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെ നാലപ്പാട്ട് നാരായണ മേനോൻ അത് വിവർത്തനം ചെയ്തു. പാവങ്ങളുടെ പേരിലാണ് വിവർത്തനം ചെയ്തത്. പാവങ്ങൾ 1862 പ്രസിദ്ധീകരിച്ച നോവലാണ്. ഫ്രഞ്ചില് വലിയ കോളിളക്കം സൃഷ്ടിച്ച നോവലാണ്. ആ പ്രസിദ്ധീകരിച്ച ദിവസം തന്നെ ബെസ്റ്റ് സെല്ലറായി മാറിയ നോവലുകളിൽ ഒന്നാണ്. അന്നു തൊട്ട് ഇന്നുവരെയും പാവങ്ങൾ വിൽക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പല ഭാഷകളിൽ, പല രൂപങ്ങളിൽ, പല അഡാപ്റ്റേഷനുകൾ, സിനിമയായി, നാടകമായി, പാട്ടായി ഒക്കെ, ഓപ്പറയായി ഒക്കെ പാവങ്ങളുണ്ട്. ഈ പാവങ്ങൾ വിവർത്തനം ചെയ്ത് ഇത് അച്ചടിക്കണം. ഇത് 10,000 പേജുള്ള മാനുസ്ക്രിപ്റ്റാണ്. ഇത് അച്ചടിക്കാനായിട്ട് മംഗളോദയം പ്രസിനെ സമീപിക്കുന്നു. മംഗളോദയം പറഞ്ഞു, ഇത്രയും കൂറ്റനായ ഒരു പുസ്തകം, അതും ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തതൊരു ഒരു കഥ, കള്ളൻ, കൊലപാതകി, വ്യഭിചാരി, വേശ്യ, അങ്ങനെയുള്ള ആളുകളുടെ വിപ്ലവം, ഇതെല്ലാം നിറഞ്ഞ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം നിറഞ്ഞൊരു കഥ മലയാളിക്ക് സ്വീകരിക്കാൻ പറ്റുമോ? നമ്മുടെ രാജാക്കന്മാരെയും പ്രഭുകുമാരന്മാരെയും സവർണ ജന്മിമാരെയും നസ്രാണി സുറിയാനി ക്രിസ്ത്യാനികളെയും ഒക്കെ അങ്ങനെ പ്രമാണിമാരുടെ ഒരു സവർണ ലോകമാണ് നമ്മുടെ നോവലിലുണ്ടായിരുന്നത്. തൊഴിലാളികളോ കർഷകരോ ജാതിയിൽ കുറഞ്ഞവരോ ദളിതരോ ആദിവാസികളോ ഒന്നും നമ്മുടെ നോവലിൽ പ്രവേശിച്ചിരുന്നില്ല. ആ സമയത്താണ് ഈ നോവൽ വരുന്നത്. അപ്പൊ മംഗളോദയം പറഞ്ഞു, ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. പക്ഷേ ക്രാന്തദർശി എന്ന് പറയാവുന്ന മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ, ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത, സംസ്കൃതവും മലയാളവും മാത്രം അറിയുന്ന, മാതൃഭാഷയോട് അങ്ങേയറ്റം സ്നേഹമുള്ള കവി പറഞ്ഞു, ഇത് എൻ്റെ മുഴുവൻ പുസ്തകങ്ങളും ഞാൻ മംഗളോദയത്തിന് പണയം വയ്ക്കുന്നു.
ഈ പുസ്തകം അച്ചടിച്ചത്. എൻ്റെ ജാമ്യസംഖ്യയായിട്ട് ഇത് സ്വീകരിച്ചിട്ട് അച്ചടിക്കണം. അതിനൊരു അപകടമുണ്ട്. ഈ പുസ്തകം അച്ചടിച്ച് പുസ്തകം വിറ്റ് കടം വീട്ടിയില്ലെങ്കിൽ വള്ളത്തോളിന് മുഴുവൻ പുസ്തകങ്ങളുടെയും പ്രസാധനാവകാശം മംഗളോദയത്തിനായി പോകും. പക്ഷേ മറ്റൊരു ഭാഷയിലെ ഒരു നോവലിന് വേണ്ടി അദ്ദേഹം അതിന് തയ്യാറായി. ഇന്ന് ആളുകൾ തയ്യാറാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ 1925 800-ലധികം പേജുകളുമായി പാവങ്ങളുടെ 1-ാം ഭാഗം വന്നു. 1827 2-ാം ഭാഗം, 1900 എന്ന് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. 1925, 27, 28 വർഷങ്ങളിലായി 3 ഭാഗങ്ങളായി 2700-ഓളം പേജിൽ പാവങ്ങൾ പുറത്തു വന്നു. അതോടുകൂടി മലയാള നോവൽ എന്നേക്കുമായി മാറി. മലയാള നോവലിൻ്റെ വരേണ്യ സ്ഥലത്തേക്ക്, കഥയിലേക്ക് ആകസ്മികതകൾ, ജീവിത ദുരന്തങ്ങൾ, യാതനകൾ, ദാരിദ്ര്യം, കള്ളൻ, കൊലപാതകി, ജാതിയിൽ കുറഞ്ഞവർ, കർഷകർ, ദരിദ്രർ, തൊഴിലാളികൾ ഇവരെല്ലാം പ്രവേശിച്ചു. അങ്ങനെ ജനസഞ്ചയത്തിന്റെ സാഹിത്യരൂപമായി യഥാർത്ഥ ജീവിതത്തെ പിന്തുടരുന്ന ഒന്നായി നമ്മുടെ നോവൽ മാറി. 1928 പാവങ്ങളുടെ അവസാന വോള്യം പ്രസിദ്ധീകരിക്കുന്ന വർഷമാണ് തകഴി ശിവശങ്കരപിള്ള എന്ന സ്കൂൾ വിദ്യാർത്ഥി ആദ്യത്തെ കഥ എഴുതുന്നത്. ആ കഥയുടെ പേര് സാധുക്കൾ എന്നായിരുന്നു. പാവങ്ങൾ സാധുക്കൾ എന്നുള്ള പേരുകളുടെ സാമ്യം നിങ്ങൾ ആലോചിക്കും. പിന്നീട് കേരളത്തിലെ മുഴുവൻ വായനക്കാരെയും ഇതിനെ സ്വാധീനിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ എഴുത്തുകാർ മുഴുവൻ സാധാരണക്കാരുടെ കഥകൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ നാലപ്പാടന്റെ പാവങ്ങളുടെ കുപ്പായത്തിൽ നിന്ന് പുറത്തു ചാടിയവരായിരുന്നു തകഴിയും കേശവദേവും ബഷീറും ഉൾപ്പെടെയുള്ള യഥാതഥ അല്ലെങ്കിൽ റിയലിസ്റ്റ് നോവലുകളുടെ വലിയൊരു തലമുറ. അവര് നമ്മുടെ ജീവിതത്തെ എഴുതി. ഈ പുസ്തകത്തിന്റെ അച്ചടി ചെറിയ സാഹിത്യത്തെ മാത്രമല്ല പ്രകമ്പനം ഉണ്ടാക്കിയത്. ഈ പുസ്തകം വിൽക്കണം, ഇത്രയും വലിയ വില, 10 രൂപയാണ് വില. 10 രൂപ വിലയുള്ള ഒരു പുസ്തകം വാങ്ങാൻ 1925 മലയാളിക്ക് സാധ്യമല്ല. ഇന്നത്തെ പോലെ ബുക്ക് ഷോപ്പുകളില്ല, പ്രീ പബ്ലിക്കേഷൻ ഇല്ല. വള്ളത്തോളൊരു കാര്യം ചെയ്തു. വള്ളത്തോൾ നാരായണ മേനോനും നാലപ്പാട്ട് നാരായണ മേനോനും ഒരു ചുമട്ടുകാരനുമായിട്ട് പുസ്തകം നടന്നു വിൽക്കാൻ തുടങ്ങി. അവർ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ പാവങ്ങൾ വിറ്റു. പാലായിൽ പോയി വിറ്റു. കേരളത്തിന് പല ഭാഗങ്ങളിൽ. അന്ന് വളരെ ചെറുപ്പമായിരുന്ന EMS നമ്പൂതിരിപ്പാടിന് വരെ വള്ളത്തോളൊരു കോപ്പി വിറ്റു. ഇങ്ങനെ നടന്നു പുസ്തകം വിറ്റ് മംഗളോദയത്തിന്റെ കടം വീട്ടിയാണ് 2-ാം വോള്യം അച്ചടിച്ചത്. വള്ളത്തോൾ സ്വന്തം പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തു. അപ്പൊ ഈ പുസ്തകത്തിന്റെ അച്ചടി 100 കൊല്ലത്തിന് ശേഷം ഞാൻ ആ 100 കൊല്ലം മുമ്പുള്ള പുസ്തകം പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ ഫോണ്ട്, അതിന്റെ കടലാസ്, ഇന്നും അസിഡിറ്റി ഇല്ലാത്ത ആ പേപ്പർ ഇന്നും അതിജീവിക്കുന്നുണ്ട്. അതിന്റെ ബൗണ്ടിങ് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ പ്രിന്റിങ്ങിന്റെ ചരിത്രത്തിലെ ഒരു അസാധാരണ വസ്തുവായി കൂടിയാണ് ഞാൻ പാവങ്ങളെ കാണുന്നത്. സാഹിത്യത്തിൽ ഉണ്ടാക്കിയ മാറ്റം മാത്രമല്ല 1925 എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം അതിന്റെ അതിവേഗത്തിലേക്ക് കടക്കുന്നു. മഹാത്മാഗാന്ധി നേതൃത്വം ഏറ്റെടുത്തു. ആ സമയത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ, പുതിയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ, വിപ്ലവത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ, ജന്മിത്വ വിരുദ്ധ കലാപങ്ങളെ എല്ലാം പ്രചോദിപ്പിക്കാൻ, കേരളത്തിലെ പുതിയ രാഷ്ട്രീയത്തിനെ മുഴുവൻ സഹായിക്കാൻ, കേരളത്തിന്റെ ജനാധിപത്യവൽക്കരണത്തെ മുഴുവൻ സഹായിക്കാൻ ഈ ഒരു നോവലിന്റെ വിവർത്തനത്തിനും അതിന്റെ അച്ചടിക്കും കഴിഞ്ഞു. അങ്ങനെ ചരിത്രപരമായ ഒരു പങ്ക് മംഗളോദയം വഹിച്ചിട്ടുണ്ട്. 40-കൾ തൊട്ട് 30-കളുടെ അവസാനം തൊട്ട് കേരളത്തിലെ ഇടതുപക്ഷ പ്രസാധനം ആരംഭിക്കുന്നു. EMS നമ്പൂതിരിപ്പാടിൻ്റെ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, ഇവയൊക്കെ 40-കളിൽ നമ്മുടെ തിളച്ചുമറിയുന്ന രാഷ്ട്രീയ രംഗത്തെ സജീവമാക്കുകയും നമ്മുടെ ജനാധിപത്യവൽക്കരണത്തെയും സ്വാതന്ത്ര്യലബ്ധിയെയും വേഗത്തിലാക്കുകയും ചെയ്ത ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അപ്പോൾ പുസ്തകങ്ങൾ, നമ്മൾ കഥകളും കവിതകളും മാത്രമല്ല വരുന്നത്, ആശയങ്ങൾ കൂടി പുസ്തകങ്ങളിലൂടെ വരുന്നു. അവ ഒരു പുതിയ രാജ്യത്തിലേക്ക്, ഒരു പുതിയ രാഷ്ട്രസ്വത്വത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പുതിയ സ്വത്വത്തിലേക്ക്, രാഷ്ട്ര സ്വാതന്ത്ര്യത്തിലേക്ക്, പുതിയൊരു പ്രത്യയശാസ്ത്രത്തിലേക്ക് നമ്മെ നയിക്കുന്നതിൽ പുസ്തക പ്രസാധനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, പുസ്തക പ്രസാധനത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത പുസ്തകങ്ങളെ കേവല വസ്തുക്കളായിട്ടോ കഥാവസ്തുക്കളായിട്ടോ അല്ല കാണേണ്ടത്. അവ എങ്ങനെ സമൂഹത്തിന്റെ നിർമ്മാണത്തിൽ നമ്മുടെ പ്രത്യയശാസ്ത്രപരമായ ഇടപെടൽ നടത്തി നമ്മുടെ സമൂഹത്തെ എങ്ങനെ അത് മാറ്റിമറിച്ചു, നമ്മുടെ രാഷ്ട്രീയത്തെ, ജനാധിപത്യത്തെ അതെങ്ങനെ നിർമ്മിച്ചു എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടത്. ഇതൊക്കെ പുസ്തക ചരിത്രം എന്ന് പറഞ്ഞ പഠനശാഖയിൽ വികസിച്ചു വരേണ്ടതായ വിഷയങ്ങളാണ്. ഇങ്ങനൊരു വിഷയം ഇംഗ്ലീഷിലുണ്ട്. മലയാളത്തിൽ ഇപ്പോഴും ഒരു പുസ്തക ചരിത്രം എന്നങ്ങനെ ഒരു പഠനശാഖയായി വികസിച്ച് വന്നിട്ടേ ഇല്ല. 40-കളോടുകൂടി തന്നെ കേരളത്തിലെ കേരളത്തിന്റെ പ്രസാധന ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു കോഓപ്പറേറ്റീവ് രൂപപ്പെടുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, DC കിഴക്കേമുറി, അതായത് കളരിക്കൽ ബസാറിൽ നാഷണൽ ബുക്ക് സ്റ്റോൾ എന്നൊരു പുസ്തകശാല നടത്തുകയായിരുന്നു DC കിഴക്കേമുറി.
പൊൻകുന്നം വർക്കിയൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അവരുടെ പുസ്തക പ്രസാധന കച്ചവടത്തിന് വേണ്ടിയായിരുന്നില്ല. സ്വാതന്ത്ര്യ സമര സേനാനികളായ രാജവിരുദ്ധവും ജന്മിത്വ വിരുദ്ധവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അവർ തങ്ങളുടെ രാഷ്ട്രീയ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഒരു ആയുധമായിട്ടാണ് പുസ്തകത്തെയും പുസ്തകശാലയെയും കണ്ടിരുന്നത്. ആ NBSനെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന് കരൂർ നീലകണ്ഠപിള്ളയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ സഹകരണ സംഘം തങ്ങളുടെ വിൽപ്പന വിഭാഗമായി ഏറ്റെടുക്കുന്നു. അങ്ങനെ DC കിഴക്കേമുറി, ഡൊമിനിക് ചാക്കോ കിഴക്കേമുറി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. അദ്ദേഹം ഈ സഹകരണ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയാവും. പ്രസിഡന്റ് കരൂർ നീലകണ്ഠപിള്ള എന്ന മഹാനായ കഥാകൃത്ത്. അവിടെ നിന്ന് DC പ്രൊഫഷണൽ മാനേജ്മെന്റ്, കരൂരിന്റെ സർവാദരണീയമായ നേതൃത്വം, ഇവയിലൂടെ കേരളത്തിൽ എഴുത്തുകാർക്ക് പ്രതിഫലം കിട്ടുന്ന, എഴുത്തുകാർക്ക് എഴുതി ജീവിക്കാനാവും എന്ന് പറഞ്ഞ ഒരു ആശയം വരുന്ന ഒരു പുസ്തക പ്രസാധന സംസ്കാരം NBS കൊണ്ടുവന്നു. പിൽക്കാലത്ത് NBS തകർന്നുപോയി. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം കക്ഷി രാഷ്ട്രീയത്തിന്റെയും എല്ലാം എന്തെഴുതുന്നതെല്ലാം പ്രസിദ്ധീകരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധികളുടെയും ഒക്കെ ഫലമായി തകർന്നുപോയി. കേരളത്തിന്റെ പുസ്തക പ്രസാധന രംഗത്തെ വലിയൊരു ചരിത്രം തന്നെ ഏതാണ്ട് ഇന്ന് നല്ല ദശയിലല്ല എന്ന് പുസ്തകത്തിന്റെ ചരിത്രം പിന്തുടരുന്ന ഒരാളെന്നുള്ള നിലയിൽ പറയേണ്ടി വരും എനിക്ക്. പിന്നീടാണ് 1970-കളിൽ 74-ല് DC ബുക്സിന്റെ വരവ്. അപ്പോ അതോടെ കൂടി കേരളത്തിലെ പുസ്തക പ്രസാധനത്തിന്റെ ഭൂപടം ഏതാണ്ട് പൂർത്തിയാകും. ഇതേ സമയം നമ്മൾ കാണാതെ പോകുന്ന മറ്റു ചില പ്രസാധകരുണ്ട്. പൊതുവെ പുസ്തകത്തിന്റെ പ്രസാധന ചരിത്രം പറയുമ്പോൾ നമ്മൾ പാഠപുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം ആരും കണക്കാക്കാറില്ല. അതൊരു സർക്കാർ കാര്യമല്ലേ എന്ന് വിചാരിക്കും. പാഠപുസ്തകങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മളെല്ലാം രൂപപ്പെടുത്തിയത് നമ്മുടെ പാഠപുസ്തകങ്ങളാണ്. കുറച്ച് പ്രായമൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ ആളുകൾക്കൊക്കെ പാഠപുസ്തകം പഠിച്ചത് മാത്രമേ ഓർമ്മ വരൂ. ആ പാഠപുസ്തകങ്ങൾ എന്നെ സംബന്ധിച്ച് വളരെ രോമാഞ്ചജനകമായ ഒരു അനുഭവമാണ്. എൻ്റെ കേരള പാഠാവലികളെല്ലാം, അതിലെ പഴയ പാട്ടുകൾ, പദ്യങ്ങൾ, അതിലെ കഥകൾ, അതിലെ ചിത്രങ്ങൾ, അവയിലെ അച്ചടി ഒക്കെയും എന്നെ എൻ്റെ ബാല്യകാലത്തേക്ക് തിരിച്ചുകൊണ്ട്, എന്നെ മാത്രമല്ല ഓരോ തലമുറയെയും പാഠപുസ്തകങ്ങൾ വിജ്ഞാനത്തിലേക്ക് മാത്രമല്ല അവർ രൂപപ്പെട്ട കാലത്തേക്കും അവരുടെ ഗൃഹാതുരത്വങ്ങളിലേക്കും കൂടി തിരിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ സർക്കാർ തലത്തിലുള്ള പാഠപുസ്തകങ്ങളുടെ പ്രസാധന ചരിത്രവും വളരെ പ്രധാനം. ഇതിനു പുറമെയാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേഷണ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, മലയാള ഭാഷയുടെ വികാസത്തിനുള്ള ഗവേഷണ സ്വഭാവമുള്ളതും ശാസ്ത്ര സാങ്കേതികവുമായ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങനെയുള്ള പുസ്തകങ്ങളല്ല പ്രസിദ്ധീകരിക്കുന്നത്. അവയുടെ നിലവാരമൊക്കെ തകർന്നു പോയിരിക്കുന്നു. അവയുടെ ഭാഷാശുദ്ധി തന്നെ സംശയാസ്പദമാണ്, ഒക്കെ ആയിരിക്കാം. പക്ഷേ ആധുനിക കേരളത്തിന്റെ നിർമ്മാണത്തിൽ NV കൃഷ്ണവാര്യരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വഹിച്ച പങ്ക് വളരെ മഹത്തായതാണ്. അതുപോലെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ, കേരളത്തിലെ ശാസ്ത്ര സാഹിത്യം പ്രചരിപ്പിക്കുക, അതിലൂടെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അശാസ്ത്രീയതയിൽ നിന്ന് മോചിപ്പിച്ച് ഒരു ആധുനിക സമൂഹം കെട്ടിപ്പടുക്കുക, കുറെ കൂടി ശാസ്ത്രീയ സമീപനമുള്ള ഒരു സമൂഹം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി PT ഭാസ്കര പണിക്കരുടെയും KG അടിയുടെയുടെ ഒക്കെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും വളരെ പ്രധാനമാണ്. പക്ഷെ പരിഷത്തിന്റെ ഒരു പുസ്തകങ്ങൾക്കുള്ള ഒരു പ്രശ്നം, അവ പരിഷത്ത് നേരിട്ട് മാർക്കറ്റ് ചെയ്യും, ബുക്ക് ഷോപ്പുകളുടെ വഴിയല്ല. അപ്പൊ പൊതുവായ വായനശാലകളിൽ പലപ്പോഴും നമ്മൾ അന്വേഷിച്ച പരിഷത്ത് പുസ്തകം കാണുന്നില്ല. പരിഷത്ത് അവരുടെ വ്യക്തിഗത ഉപഭോക്താക്കളിലേക്ക് നേരിട്ടൊരു ക്യാമ്പയിൻ പോലെ ഇറങ്ങിയാണ് പുസ്തകങ്ങൾ വിറ്റുകൊണ്ടിരുന്നത്. എന്നാൽ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പരിഷത്ത് പ്രസിദ്ധീകരിച്ചു. ഞാൻ കുട്ടിയായിരുന്ന, സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എന്നെ ആ പഴയ പാഠപുസ്തക ഭാഷയിൽ ഞാൻ ഹഠാത് ആകർഷിച്ച ഒരു സാധനം AD ദാമോദരനോ അതോ മറ്റോ എഴുതിയ 1000 ക്വിസ് എന്ന് പറഞ്ഞ പുസ്തകം. ഞാനത് വാങ്ങി കാണാതെ പഠിക്കുമായിരുന്നു. അന്ന് സ്കൂളിലെ ക്വിസ് മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ. പിൽക്കാലത്ത് MB പരമേശ്വരൻ ഭൗതികശാസ്ത്രത്തെക്കുറിച്ച് എഴുതിയ പുസ്തകം, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ ശാസ്ത്രകൃതികൾ പരിഷത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനുശേഷമുള്ള കഥ പൊതുവെ എല്ലാവർക്കും അറിയാം. കേരളത്തിലെ അനേകങ്ങളായ പ്രസാധന സ്ഥാപനങ്ങൾ വന്നു, ലിറ്റിൽ പ്രസാധകർ വന്നു, അതൊക്കെ നശിച്ചുപോയി. പക്ഷേ അവാൻഗാർഡ് ലിറ്ററേച്ചറിനെ മുഖ്യധാര പ്രസാധകർ പ്രസിദ്ധീകരിക്കാത്ത പരീക്ഷണാത്മകമായ സാഹിത്യകൃതികൾ, പ്രത്യേകിച്ചും സാഹിത്യത്തിലൊക്കെ മാറ്റം കൊണ്ടുവരണമെന്ന് വാദിച്ച പുതുതലമുറക്കാരായ അവാൻഗാർഡിസ്റ്റുകളുടെ പുസ്തകങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചു. നക്സലൈറ്റുകൾ നടത്തിയ പ്രസിദ്ധീകരണം, ഇതൊക്കെ നമ്മുടെ ലിറ്റിൽ പ്രസാധനം അല്ലെങ്കിൽ സമാന്തര പ്രസാധനത്തിന്റെ മാതൃകകൾ ആണ്. ഇന്ന് കേരളത്തിലെ പ്രസാധന രംഗം ഇങ്ങനെയല്ല. PODയുടെ കാലമാണ്, പ്രിന്റ് ഓൺ ഡിമാൻഡിന്റെ കാലമാണിത്. അച്ചടിയുടെ സ്വഭാവം മാറിയിരിക്കുന്നു. എത്രയെങ്കിലും പ്രസാധന സ്ഥാപനങ്ങൾ ഇവയൊക്കെ മുഖ്യധാരയിലുണ്ട്. അവയൊക്കെ നല്ലതാണോ ചീത്തയാണോ? എത്രയെങ്കിലും പ്രസാധകരെ പറയാം. കോഴിക്കോട്ടെ ടൂറിംഗ് ബുക്ക് സ്റ്റോൾ,
വളരെ പ്രധാനപ്പെട്ട കൊണ്ടു നടന്ന് പുസ്തകം വിൽക്കുന്നതിലൂടെ NE ബാലകൃഷ്ണ മാരാർ അവതരിപ്പിച്ച ഒരു ബിസിനസ് മാതൃകയാണ് കോഴിക്കോട്ടെ പൂർണ്ണ ബുക്സ് എന്ന ടൂറിംഗ് ബുക്ക് സ്റ്റോളിൻ്റെത്. വളരെ പ്രധാനപ്പെട്ട പ്രസാധകരാണ് അവർ മലബാറിലെ പ്രസാധനത്തിൽ. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഒട്ടേറെ പ്രസാധകരുണ്ട്, കൈരളി ബുക്സ് പോലുള്ള പ്രസാധകരുണ്ട്. ഇന്ന് എല്ലാ ജില്ലകളിലും ഇത്തരം പ്രസാധകരെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും. ഇതിലൂടെ മുന്നേറിപ്പോകുന്ന ഒന്നാണ് കേരളത്തിലെ ആധുനിക പ്രസാധനം. പക്ഷേ പലപ്പോഴും നമ്മൾ പ്രസാധനത്തെ ആഘോഷിക്കുകയെന്ന് ചരിത്രം പറയുകയും ചെയ്യുമ്പോൾ പ്രസാധനം പാലിക്കേണ്ട ഒരുപാട് ഭാഷാപരമായ മര്യാദകൾ, നിർമ്മിതിയിലെ മര്യാദകൾ, പ്രൂഫിങ്ങിന്റെ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ മാനക സ്വഭാവം കൈവരുന്നതിൽ അല്ലെങ്കിൽ ഗൗരവമായ ഭാഷാ സമീപനവും പുസ്തക നിർമ്മാണ സമീപനവും കൈക്കൊള്ളുന്നതിലൊക്കെ പല പ്രസാധകരും പരാജയപ്പെടുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. പുസ്തകത്തോട് അനുരാഗബദ്ധനായ ഒരാളെന്നാണ് ഞാൻ എന്നെ വിശേഷിപ്പിക്കുക. പുസ്തക ചരിത്രത്തോട് എനിക്ക് അത്രയധികം കൂറുണ്ട്. അങ്ങനെ ഒരു പുസ്തക ചരിത്രത്തിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ ലേഖനങ്ങൾ എഴുതിയ ഒരാളാണ് ഞാൻ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഒരു ദുഃഖം ബാക്കിയുണ്ട്. പുസ്തക നിർമ്മാണം അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു ഭാഷാ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും. അപ്പൊ അതിനകത്ത് നമ്മുടെ ഭാഷാപരമായ ഉത്തരവാദിത്വങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നതായിട്ടാണ് 21-ാം നൂറ്റാണ്ടിന്റെ ഈ മൂന്നാമത്തെ ദശകത്തിലിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നത്. അതെന്നെ ദുഃഖിപ്പിക്കുന്നു. അക്ഷരത്തെറ്റില്ലാത്ത, പ്രയോഗ വൈകല്യങ്ങളില്ലാത്ത, പ്രത്യേകിച്ചും ഭാഷാശുദ്ധിയുള്ള പുസ്തകങ്ങളാണ് ഒരു ജനതയെ നിലനിർത്തുകയും ഒരു ജനതയെ വളർത്തുകയും ചെയ്യുകയുള്ളൂ.